ഇന്ന് കാത്തൂട്ടിയുടെയും തന്നൂട്ടിയുടെയും സ്കൂളിൽ നിന്ന് പിക്നിക്കിന് പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കാത്തൂട്ടിയാണെങ്കിൽ UKG എങ്ങാണ്ടോ പഠിച്ചിരുന്ന സമയത്താണ് നാട്ടിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പിക്നിക്കിന് പോയത്. അതിനുശേഷം ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി വരുന്നതുകൊണ്ട് അങ്ങനെ പിക്നിക്കിനൊന്നും പോയിട്ടുമില്ല കേട്ടോ. അവരും ഇന്നലെ ഉറങ്ങില്ല, എന്നെ ഉറങ്ങാൻ വിട്ടില്ല കേട്ടോ. സമയമായോ എനിക്കും അറിയാം. പണ്ട് നമ്മൾ ഇതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ പണ്ടിങ്ങനെ സ്വപ്നം കാണും കേട്ടോ. അയ്യോ എനിക്ക് ബസ് കിട്ടിയില്ല, ഞാൻ ബസ്സിൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ ഓടുന്നതൊക്കെ. അപ്പോൾ എനിക്കറിയാം ആ ഒരു ആകാംക്ഷ എത്രയായിരിക്കുമെന്ന്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി. ഇതിപ്പോൾ ഇവിടെ വെച്ച് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അവർക്ക് പൂരിയും ഗ്രീൻ പീസ് കറിയും കൊടുത്തു വിടാനേ. അത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് ഇട്ടു, പച്ചമുളക് ഇട്ടു, മുളക് പൊടി ചേർക്കാറില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ കഴിയുമ്പോഴത്തേക്കും ഗ്രീൻ പീസ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനുള്ള ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു. ഇത് പകുതി ചപ്പാത്തി പകുതി പൂരിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പൂരി ചേട്ടൻ ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. കാത്തൂട്ടിക്കായിരുന്നു ഭയങ്കര ടെൻഷനെ. രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. അപ്പോഴെപ്പോഴാണ് വിളിച്ചുകൊണ്ടിരിക്കും, അമ്മ സമയമായോ എന്ന് കേട്ടിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കും ഇറങ്ങാൻ പറ്റില്ല. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റ് കേട്ടോ. സാധാരണ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാനിങ്ങനെ വിളിച്ച് ഒരു പരുവവും അപ്പോഴേ ഇവിടെ എണീറ്റ് റെഡിയാവേ ഉള്ളൂ. അതിനിടയ്ക്ക് എത്ര വഴക്കും ഇതൊക്കെ കേട്ടിട്ടാണോ എന്തോ റെഡിയാവുന്നത്. ഇന്ന് യാതൊരു പ്രശ്നവുമില്ല. കാത്തൂട്ടി കുളിച്ച് റെഡിയായി ബാഗെല്ലാം പാക്ക് ചെയ്തങ്ങ് ഇരിപ്പുണ്ട് ഒരു 7:30 മണിയായപ്പോഴേ. പിന്നെ ഞാൻ ആ സമയം കൂടി ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുത്തു. കുറച്ച് പൂരിക്ക് വേണ്ടിയിട്ട് ഉള്ള മാവൊക്കെ മാറ്റി വെച്ചിട്ട് പൂരിക്ക് അങ്ങ് കുഴച്ചെടുത്തു കേട്ടോ. അപ്പം ഞാൻ ഈ കുഴയ്ക്കുന്ന പാത്രം ഇവിടെ രാജസ്ഥാനി, അതായത് ദാലി എന്ന് പറയും. നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ ഇവിടേക്ക് ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും ചപ്പാത്തി വേണമല്ലോ. അപ്പോൾ ഒരുമിച്ച് അങ്ങ് കുഴച്ച് വെക്കും. ഇതാകുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കുറേ പാത്രം വേണ്ട. ഇല്ലെങ്കിൽ പരത്താൻ ഒരു പാത്രം, മാവിടാൻ ഒരു പാത്രം, പരത്തി വെക്കാൻ ഒരു പാത്രം, ഇങ്ങനെ ഇഷ്ടംപോലെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ മാവ് എല്ലാം കൂടി ഇട്ട് പരത്തി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് അങ്ങ് പരത്തിയെടുത്ത് ഇതിനങ്ങ് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേറെ 4-5 പാത്രം കഴുകേണ്ടി വരില്ല. അങ്ങനെ പൂരിക്കൊക്കെ പരത്തിയെടുത്തു. ഈ ഒരു ചീനിച്ചട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പൂരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതിന് ചീനിച്ചട്ടിയുടെ പ്രത്യേകതയാണോ അതോ ഇനി മാവ് ഞാനിപ്പോൾ എക്സ്പേർട്ട് ആയതുകൊണ്ടാണോ അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ വെന്ത് കഴിഞ്ഞ് ഗ്രീൻ പീസിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2ാം പാൽ ഒഴിച്ചിട്ട് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. അവസാനം അങ്ങ് പാലങ്ങ് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്. കടുവും കൂടി പൊട്ടിച്ചെടുത്താലേ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി കേട്ടോ. അങ്ങനെ അവർക്ക് കഴിക്കാനും കൊടുത്തു. തന്നൂട്ടിയാണെങ്കിൽ നാട്ടിൽ പോയ സമയത്ത് ഒരു പൂച്ചയെ വലിച്ചെടുത്ത് അതിൻ്റെ നഖം കൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ ഇന്നും കൂടെ ഉണ്ട്. അപ്പോൾ രാവിലെ ചേട്ടൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനും കാത്തോട്ടിയും കൂടെ ഓട്ടോയിൽ അങ്ങ് പോകും. ഇവിടെ ഓട്ടോ സമയത്തിന് നോക്കി നിൽക്കുമ്പോൾ ഒന്നും കാണാത്തത് പോലെയാണ്. 8:30 അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 8:25 ആയി കേട്ടോ. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടി പോവോ എന്നേ. ഇവിടെ നോക്കി നിന്ന് അവസാനം ഓട്ടോ കിട്ടി. ഇഷ്ടംപോലെ ബാറ്ററി ഓട്ടോകളുണ്ട് കേട്ടോ. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, വെയിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി കാത്തൂട്ടി അവിടെ ആക്കിയിട്ട് ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, 4 വീലർ. അപ്പോൾ അവളെ ആക്കിയിട്ട് ഞാനങ്ങ് പോയി.